വലിയ പ്രതിഷേധമാണ് അവിടെ ഉരുണ്ടുകൂടുന്നത്. താൽക്കാലിക വി സി മോഹന ശിവപ്രസാദ്, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾ പിന്മാറും. വിഷയാധിഷ്ഠിതമാണ് സമരങ്ങൾ. ഇവിടുത്തെ വിഷയം കേരള സർവകലാശാലയെ ബന്ധപ്പെട്ട് നിരവധിയായ വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. നിരവധിയായ വിഷയങ്ങൾ ഒരു പരിഹാരം എടുക്കാൻ വേണ്ടി മുൻകൈ എടുക്കേണ്ടത് വി സിയാണ്. അയാൾ തയ്യാറാവുന്നില്ല. ഇപ്പോൾ നിങ്ങളിന്ന് മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. ഞങ്ങളുടെ സമരം കോളേജ് യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിൽ ഞങ്ങൾ സമാധാനമായി കുത്തിയിരുന്നതാണ്. പക്ഷേ സെനറ്റ് യോഗം ഇന്ന് സെനറ്റ് യോഗമുള്ളതും മഹാദേവൻപിള്ള സാറിന് അനുസ്മരണമുണ്ടായ സമാധാന സമരം വരുന്നത് സെനറ്റിൽ SFIയുടെ പ്രതികൾ ഈ വിഷയം ഉന്നയിച്ചു. ചർച്ച ചെയ്യാൻ തയ്യാറാവുണ്ട്. ചർച്ചയില്ലെങ്കിൽ പിന്നെ അതിശക്തമായ സമരമാണ്. അതിശക്തമായ സമരം. അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാവുന്നത് വരെ, നീതിയുക്തമായി വിദ്യാർത്ഥി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം തയ്യാറാവുന്നത് വരെ അതിശക്തമായ സമരങ്ങൾ പല രൂപത്തിൽ പല ഭാഗത്തും. നേരത്തെ നിരന്തരമായ സമരം നടത്തിയ സമയത്ത് മോഹനൻ കുന്നുമ്മൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ, അതായത് ഏറ്റവും ന്യായമായ ആവശ്യമാണ്. കാരണം ജാതിവെറി നടത്തിയ ഒരു വി സിക്ക് അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്ന വി സിക്ക് ഈ കേരള സർവകലാശാലയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭൂമികയിൽ ഒരുപക്ഷെ ഇടമില്ല എന്ന ഉറക്ക പ്രഖ്യാപനമാണ് SFIയുടെ പ്രതിഷേധത്തിലാകെ അലയടിച്ചത്. വിവിധ കോണുകളിൽ വി സിയെ തടയുന്നു. ഒടുവിൽ പോലീസിന്റെ സുരക്ഷാ വലയത്തിൽ നീങ്ങുന്ന ഘട്ടങ്ങളിൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് പലയിടങ്ങളിൽ SFI പ്രതിഷേധം തീർക്കുകയാണ്. അതായത് അക്ഷരാർത്ഥത്തിൽ ജാതിവെറിക്കെതിരായ SFIയുടെ പ്രതിഷേധ ചൂടറിഞ്ഞുകൊണ്ടാണ് താൽക്കാലിക വി സി ഇന്ന് ആസ്ഥാനം വിട്ടത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഇന്നിപ്പോൾ SFI പ്രവർത്തകർ വി സിക്ക് നേരെ ഉയർത്തിയത്. അതിൽ വി സിയുടെ നിസ്സംഗ നിലപാട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. ഇത് കൃത്യമായ വിദ്യാർത്ഥി വിഷയങ്ങൾ ഉയർത്തിയുള്ള സമരമാണ്. കേരള സർവകലാശാല SFI സംഘടിപ്പിക്കുന്ന എല്ലാ സമരങ്ങളും വിഷയാധിഷ്ഠിതമാണ്. ഞങ്ങൾ ഉയർത്തുന്ന ഒന്നാമത്തെ വിഷയം വിദ്യാഭ്യാസത്തിന്റെ സംഘപരിവാരവൽക്കരണമാണ്. RSS കോളേജുകളിൽ വന്നാൽ, ക്യാമ്പസുകളിൽ വന്നാൽ, സർവകലാശാല വന്നാൽ എന്തോ മലമറിക്കാൻ പോവുകയാണ് എന്നാണ് ചില നിഷ്പക്ഷ ബുദ്ധിജീവികൾക്കാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ആ ബുദ്ധിജീവികളുടെ കർണത്തേറ്റടിയാണ് കാര്യവട്ടത്തുനിന്ന് വാർത്ത. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ രോഹിത് മെമുവിലേക്ക് സമാനമായ ഒരു വാർത്ത ഈ കേരളത്തിൽ നിന്ന് വരുമെന്ന്? ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ചട്ടമ്പിസ്വാമിയുടെയും കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു വാർത്ത വരുമെന്ന് നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചോ? വന്നില്ലേ? എപ്പോൾ വന്നു? RSS വന്നപ്പോൾ വന്നു. ഈ കേരളത്തിൽ ഇത്രയും നാൾ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് മെമ്പർമാരുണ്ടായിരുന്നല്ലോ. അവരെല്ലാ ഘട്ടങ്ങളിലും കേരള സർവകലാശാല ഉണ്ടായിരുന്നല്ലോ. വി സിമാരുണ്ടായിരുന്നല്ലോ. മഹാനായ ഒരു വി സിയുടെ നിര്യാണം കഴിഞ്ഞ ദിവസമാണല്ലോ ഉണ്ടായത്. അവരാരും കേരളത്തിലെ സർവകലാശാല ഉണ്ടായിരുന്നപ്പോൾ ഈ ജാതി വിവേചനം ഇല്ലായിരുന്നല്ലോ. RSS വന്നപ്പോഴല്ലേ ജാതി വിവേചനം വന്നത്? എങ്ങനെയാണ് വന്നത്? ഇത് RSSന്റെ അജണ്ടയാണ്. ഇത് മനസ്സിലാക്കാത്ത നിഷ്പക്ഷ ബുദ്ധിജീവികൾ SFI സമരത്തേക്ക് ആക്ഷേപിച്ചു. ഞങ്ങളെ കുഴപ്പമൊന്നുമില്ല. SFI നേതാക്കന്മാരെ ആക്ഷേപിച്ചോ, SFI സമരത്തെ ആക്ഷേപിച്ചോ, SFIക്കാരെ ആക്ഷേപിച്ചോ, എല്ലാവരും ആക്ഷേപിച്ചു. പക്ഷേ ഈ കണ്ണിന് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മ കണ്ടില്ലെന്ന് കണ്ണട ചിരിട്ടാക്കരുത്. അവർ മര്യാദ കാണിക്കണം. ഇതിനെതിരെ ഒരു അക്ഷരം പറയും. സേവ് യൂണിവേഴ്സിറ്റി ഫോറംകാർ ഇവിടെ തേരാപ്പാര തെക്ക് വടക്ക് വിവരാശം കൊടുത്ത് നടന്നവരല്ലേ? ഇപ്പോൾ കാണാനുണ്ടോ മോഹൻ കുന്നുമ്മലിനെതിരെ ഒരു വിവരാശം കൊടുത്തിട്ടുണ്ടോ? ഒരു വാർത്ത ചോദിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവരെല്ലാം ചേർന്ന കുറുമുന്നണിയാണ്. ഇവരെല്ലാം ചേർന്ന വർഗീയ മുന്നണിയാണ്. ഈ വർഗീയ മുന്നണി വിദ്യാഭ്യാസത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണ്. ഇങ്ങനെ ഈ കൊള്ളരുതായ്മ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ്. മറ്റു പല ആഭാസ സമരവും നടത്താൻ സമയമുള്ളവർക്ക് ഇതിനൊന്നും പ്രതികരിക്കാൻ സമയമില്ല. സെനറ്റ് യോഗത്തിൽ ഒരൊറ്റ KSന്റെ പ്രതിനിധിയും UDFന്റെ പ്രതിനിധിയും ഈ ജാതി വിവേചനത്തിന്റെ വിഷയം ഉയർത്തിയിട്ടില്ല. എന്താ ഉയർത്താതെ? ഒരു സമരം നടത്തിയിട്ടില്ല. എന്താ സമരം നടത്താതെ? അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. അവർക്ക് ഈ വിഷയങ്ങളൊന്നും വരെ ബാധിക്കുന്നതല്ല. അതിശക്തമായ സമരം തുടങ്ങും. ഈ സെനറ്റ് യോഗം കഴിയുന്നവരെ ഞങ്ങൾ കാത്തിരുന്നു. സെനറ്റ് യോഗത്തിൽ ഒരു ചർച്ചയ്ക്ക് വൈസ് ചാൻസലർ തയ്യാറാവാതെ വരുമ്പോഴാണ് ഞങ്ങൾ വി സിയെ തടയുന്ന ഉൾപ്പെടെ സമരത്തിലേക്ക് കടന്നു. ഇനി ഏത് രീതിയിലായിരിക്കും പ്രതിഷേധം? അതിശക്തമായ സമരം തുടർന്നു. ശക്തമായി ഈ ഡീനെ പുറത്താക്കുന്നതുവരെയും വിദ്യാർത്ഥി മേഖലയെ, വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാരവൽക്കരിക്കാൻ വേണ്ടി RSSന്റെ അജണ്ട തുടർച്ചയായി നടപ്പിലാക്കുന്നതിനെതിരെയും അതിശക്തമായ സമരം വിവിധ തലങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ തുടർന്നു വരുന്ന സമരം ഞങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായും അജിംഷാദ്, അത് തന്നെയാണ് SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് വ്യക്തമാക്കിയത്. അതിശക്തമായ സമരം വരും ദിവസങ്ങളിലും തുടരും. ഡീനായിട്ടുള്ള വിജയകുമാരിയെ പുറത്താക്കുന്നത് വരെയും ആ പ്രതിഷേധങ്ങൾ തുടരും എന്നുള്ള കാര്യമാണ്. ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ അതിന് അനുകൂലമായ ഒരു നിലപാട് വി സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത് ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ അതിൽ പൂർണ്ണമായും നിസ്സംഗ നിലപാടാണ് വി സി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെതിരെയുള്ളൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് വി സിയുടെ വാഹനം തടഞ്ഞത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ശിവപ്രസാദ് വ്യക്തമാക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ വി സിയുടെ ഭാഗത്തു നിന്നും ഇതിൽ തുടർ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വി സിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരാൻ തന്നെയാണ്, സംസ്ഥാന വ്യാപകമായി തന്നെ തുടരാൻ തന്നെയായിട്ടാണ് ആ തീരുമാനം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ SFI വ്യക്തമാക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ഷീജ, നമുക്ക് ഈ സമരങ്ങളുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താം. എന്തായാലും ജാതിവെറി നടത്തുന്ന, അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന സംഘപരിവാർ വൽക്കരണത്തിനെതിരായ പ്രതിഷേധം, ഒപ്പം താൽക്കാലിക വി സിയെ, സ്ഥിരം വി സിയെ നിയമിക്കാതെ താൽക്കാലിക വി സിയെ വെച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള സംഘപരിവാർ അജണ്ട, ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് SFI ഇന്ന് പ്രതിഷേധം തീർത്തുകൊണ്ടിരിക്കുന്നത്.